കുട്ടികളിങ്ങനെ വധിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. ആ സമയത്ത് ഒരു കുട്ടി വന്ന് മാതാവിനോട് പറയാണ്, എൻ്റെ കയ്യിൽ പേരെഴുതി വെക്കണം, ഇല്ലെങ്കിൽ നാളെ ഒന്നായിട്ട് ശവശരീരങ്ങളും കൊണ്ടുവരുമ്പോൾ ഞാൻ ആരാന്ന് മനസ്സിലാവില്ല, നിങ്ങൾക്ക് തിരിയാതാവും. എനിക്കും അറബിയിൽ ഒന്ന് എഴുതണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് സാറിന് എന്താണ് പറയാനുള്ളത്? ആ ഒരു സെമിനാറിൽ എന്നെക്കുറിച്ച്, എൻ്റെ കൃതികളെക്കുറിച്ച് 5 പ്രബന്ധം ഉണ്ടെന്ന് ആ സെമിനാറിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതുപോലെ ഈ എപ്പിസോഡിൽ ബഹുമാന്യനായ പ്രൊഫസർ അബ്ദുള്ള സുല്ലമിയാണ് നമ്മളെ കൂടെ സവിശേഷം പരിപാടിയിലുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പ്രസക്തമായ ഒട്ടേറെ ചർച്ചകൾ ആ വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ കവിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനുബന്ധമായ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രവേശിക്കുകയാണ്. ആദ്യമായി സാർ ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കവിതയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പുസ്തകത്തിൽ നിന്ന് സാറിൻ്റെ രചനയുടെ 9ഓളം വരുന്ന ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്കൊരു എപ്പിസോഡിലൂടെ അതിനെ പ്രതിഫലിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് വായനക്കാരൻ വായിച്ച് മനസ്സിലാക്കി ആസ്വദിച്ച് പ്രകടിപ്പിക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാലും അവസാനമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അനീനു സൈത്തുൻ എന്ന പുസ്തകത്തിലെ ചില വരികൾ കൊണ്ട് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കവിത ഇതാണ്: ഇസ്മി അനസജ്ജലി ഫി യദി ഉമ്മ സയകൂനു ആഖറ ഫി ഗദ അബതാഹു കാന വകാന സുമ്മാ അംസിൻ വഖബല അംസിൻ ക അഹ്മദിൻ. ഈ വരി പത്രത്തിൽ, മാധ്യമത്തിൽ ഒരു തവണ ഇതിൻ്റെ ആശയം സാറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഈ വരിയോട് ചേർത്ത് വെച്ച് സാറിന് പറയാനുള്ളത്? അതെ, ആ കവിത ഇസ്മി അനാ സജ്ജിലി, ഒരു കുട്ടി, അത് ഗസയിലുള്ള, ഫലസ്തീനിലെ ഗസയിലെ ആ ക്രൂരമായ ആ നരമേധം നടക്കുമ്പോൾ കുട്ടികളിങ്ങനെ വധിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്. ആ സമയത്ത് ഒരു കുട്ടി വന്ന് മാതാവിനോട് പറയാണ്, എൻ്റെ കയ്യിൽ പേരെഴുതി വെക്കണം, ഇല്ലെങ്കിൽ നാളെ ഒന്നായിട്ട് ശവശരീരങ്ങളും കൊണ്ടുവരുമ്പോൾ ഞാൻ ആരാന്ന് മനസ്സിലാവില്ല, നിങ്ങൾക്ക് തിരിയാതാവും. അതുപോലെ തന്നെ എൻ്റെ ഉപ്പാനെ അതേപോലെ തന്നെ ഇന്നലെ പേര് അഹമ്മദ് എന്നായിരുന്നു, മുഹമ്മദ് എന്നൊക്കെ ആയിരുന്നു, ഇന്ന് പേരെന്താണെന്നറിയില്ലോ, അതുകൊണ്ട് എൻ്റെ പേരെഴുതണം എന്ന് ഉമ്മാനോട് കുട്ടി വിലപിച്ച് പറയുന്ന ഒരു സംഭവം പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന്. ആ രംഗം പത്രത്തിൽ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു പ്രകടനമാണ് ആ കവിതയിലൂടെ വന്നത്. ഇസ്മി അനാ സജ്ജിലി എന്ന് മാതാവിനോട് കുട്ടി പറയാണ്, എൻ്റെ പേര് ഉമ്മ നിങ്ങൾ രേഖപ്പെടുത്തണം എൻ്റെ കയ്യിൽ എന്ന്. ശരിക്കും ഫലസ്തീനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ 100,000 കവിതകൾ, അത് മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും 100,000 കവിതകൾ ഒരു പക്ഷേ വന്നേക്കാം, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ കവിത്വമുള്ള ഒരാൾക്ക് കഴിയുന്നു, അത് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നു, അത് ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ സാറിൻ്റെ ഈ വരികളിലൂടെ തലമുറകൾ ഇത് വായിക്കുകയും എന്തായിരുന്നു ഫലസ്തീൻ എന്ന കവിത വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വരികളിലൂടെ പ്രകടമാണെന്ന് മനസ്സിലാവുന്നു. അതുപോലെ തന്നെ മറ്റൊരു വളരെ മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള അൽ ഹുസുൻ യത്ഗാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട്. അതിൽ അൽ ഹുസുൻ യത്ഗാ വദ്ദുമൂഉ സവാജിമുൻ ലിൽ ഖൽബി ബൈനഹുമാ ലിദാക തഖല്ലുബു യാ ഖൽബു മാലക ലം തകും ബിക ഹൈറത്തുൻ ജുസസുൻ ലികസറതിഹാ അന തഅജ്ജബു. നിരന്തരം ഡെയിലി 100 കണക്കിന് മൃതശരീരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ, ഇത് കാണുമ്പോൾ ഒരു പരിഭ്രമം മനസ്സിന് തോന്നണ്ടേ? തോന്നാതെ മരവിച്ച മനസ്സാണ് ലോകത്തുള്ളത്. ലോക മനസ്സാക്ഷി എന്ന് നമ്മൾ പറയുന്നു, ഒരു മനസ്സാക്ഷിയുടെ ഒരു ഭാഗം ആളുകൾ അതിനോട് പ്രതികരിക്കുന്നു, ദുഃഖിക്കുന്നു. പക്ഷെ അതോടൊപ്പം അത് അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നവർക്കും മനസ്സില്ലേ, മനസ്സാക്ഷിയില്ലേ? എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ അതിനോട് പ്രതികരണ ശേഷി ഇല്ലാതെ പോകുന്നു എന്ന ഒരു ദുഃഖമാണ് ഇതിൽ പ്രകടിപ്പിക്കുന്നത്. ശരിക്കും സമൂഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, നിസ്സഹായമായ മനുഷ്യൻ്റെ ഒരു ഭാഗത്തുള്ള അവസ്ഥ, മറ്റൊരു ഭാഗത്ത് ക്രൂരമായ മനസ്സാക്ഷിയില്ലാത്ത മുഖത്തോടുള്ള ചോദ്യമാണ് കവിതയിലൂടെ. അതാണ് ആ കവിതയിലൂടെ ഞാൻ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഓക്കെ സാറേ എഴുതിയ പുസ്തകങ്ങൾ, ഒരു 8-9ഓളം വരുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള തിസീസ്, റിസർച്ച് നടക്കുന്നുണ്ടോ പുതിയ തലമുറയിൽ കുട്ടികൾ? അതെ, അത് പിന്നെ കുറേ പേരുടെ ഡിഗ്രിക്കും പി ജിക്കും തലത്തിലുള്ള ഡിസർട്ടേഷൻ അതിന് വിഷയമായിട്ടുണ്ട്. പല കുട്ടികളും അത് അവരുടെ മാജിസ്റ്ററിനുള്ള ഒരു മക്കാലക്കുള്ള വിഷയം ബഹസായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പലരും അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്.
അതുപോലെ പല സെമിനാറുകളിലും ഈ ഓരോ ദീവാനുകൾ തഹ്ലീൽ ദിറാസ തഹ്ലീലിയ. ഇപ്പോൾ ഈയിടെയായി എനിക്ക് തോന്നുന്നു ചെന്നൈ യൂണിവേഴ്സിറ്റിയിൽ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻ്റർനാഷണൽ സെമിനാർ നടന്നിരുന്നു. ആ സെമിനാറിൽ എൻ്റെ അടുത്ത് ആ വിവരമൊന്നുമില്ല. അതിലൊരാൾ എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് ഈ കവിത ഇതിൻ്റെ എന്താണ് അതിൻ്റെ. അപ്പോൾ എന്തിനാണത് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അവിടെ സെമിനാറിൽ ആൾക്ക് പേപ്പർ അവതരിപ്പിക്കാനാണെന്ന്. അപ്പോൾ എന്നാൽ അങ്ങനെ പേപ്പർ ഞാൻ അറിയില്ലോ, എന്നാൽ അതിൻ്റെ ഒരു പ്രോഗ്രാം ഒന്ന് ഇട്ടാൽ നോക്കുമ്പോൾ ആ ഒരു സെമിനാറിൽ എന്നെക്കുറിച്ച്, എൻ്റെ കൃതികളെക്കുറിച്ച് 5 പ്രബന്ധം ഉണ്ടെന്ന് ആ സെമിനാറിൽ 5 എണ്ണം. അപ്പം അങ്ങനെ പിന്നെ ഓരോ അറിയാതെയും അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ചില പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിൽ ചില കവിതകളുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൽക്കത്തയിലൊരു യൂണിവേഴ്സിറ്റിയിൽ അറബി ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടെ PGക്ക് എൻ്റെ ഏതോ 1-2 കവിതകളുണ്ട് എന്നോട് പറഞ്ഞിരുന്നു. ഏത് കവിത എന്നറിയില്ല. ഇപ്പോൾ അതും പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം പിന്നെ നമ്മുടെ ഫാറൂഖ് കോളേജിൻ്റെ സിലബസിൽ എൻ്റെ ഒരു കവിത പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ സിലബസിലുണ്ട്. ഓക്കെ. അപ്പോൾ കവിതയുടെ ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നുന്നു പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തട്ടെ, വായന പരക്കട്ടെ, ഇതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളും ചർച്ചകളും നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രത്യാശിക്കാം. അതോടൊപ്പം കേരളത്തിൻ്റെ ഒരു വട്ടത്തിൽ നിന്നുകൊണ്ട് സാർ എഴുതി, അതിൻ്റെ വായനക്കാരും കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ അതിൻ്റെ അത് പരിമിതമായിരിക്കും. പക്ഷേ ലോക ഭാഷ എന്ന അർത്ഥത്തിൽ അറബി ഇതിൻ്റെ സാധ്യതകൾ നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത് ഉണ്ടാകുമായിരിക്കുമല്ലോ, അറബി ഭാഷയുടെ സവിശേഷത. അപ്പോൾ ഈ ഒരു കവിതയുടെ സ്പേസ് വെച്ചുകൊണ്ട്, താങ്കളുടെ രചനയുടെ സ്പേസ് വെച്ചുകൊണ്ട് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ യാത്രകളും ചില സെമിനാറുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഗതികൾ നടന്നിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അതെ, പിന്നെ ഞാൻ ഈ കവിതകൾ എഴുതുന്നതുകൊണ്ടും കവിതകൾ ചില ആളുകളുടെ അടുത്തൊക്കെ എത്തുന്നത് കൊണ്ടും ആയിരിക്കണം സൗദി അറേബ്യയിൽ ഒരു പിന്നെ 10 ദിവസത്തെ ഒരു സാംസ്കാരിക സമ്മേളനങ്ങൾ നടന്നിരുന്നു. 10 ദിവസത്തെ ബുക്ക് ഫെയർ മദീനയിൽ വെച്ച് നടന്നിരുന്നു. അതിൽ അനറബി രാജ്യങ്ങളിലുള്ള അറബി കവികളും കവിതകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു നെദ്വ ഹിവാരിയ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യ, ശ്രീലങ്ക, നൈജീരിയ, ഐവറി കോസ്റ്റ് എന്നിങ്ങനെയുള്ള അനറബി രാജ്യങ്ങളിലുള്ള അറബി ഇത് സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എനിക്കാണ് അവസരം ഉണ്ടായത്. ഇവിടെ എംബസിയിൽ നിന്ന് എന്നെ വിളിച്ചു. അവർ നിർദ്ദേശിച്ചിട്ടാണ് പിന്നെ റിയാദിൽ നിന്ന്. അത് 2023-ലാണത്. എംബസിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റിയാദിൽ നിങ്ങളെ വിളിക്കും, മജ്മഉൽ മലിക് സൽമാൻ ലില്ലുഗത്തുൽ അറബിയ അവരുടെ പിന്നെ ഔദ്യോഗികമായിട്ട് നിങ്ങളെ ക്ഷണിക്കും, നിങ്ങൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. അവരവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നടക്കുന്നുണ്ട്, അതിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് നിങ്ങളാണ്, നിങ്ങൾ സംബന്ധിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അതിനുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും എല്ലാം എല്ലാം കിട്ടി. അവിടെ ചെന്നു. വലിയ പരിപാടിയായിരുന്നു. ആ പരിപാടി ഒറ്റക്കാണ് പോയത്. ഞാൻ ഒറ്റക്ക്, ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല, തനിച്ചാണ് പോയത്. അങ്ങനെ പിന്നെ ഞങ്ങൾ 5-8 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇതിലുണ്ടായിരുന്നു. ആ രാജ്യങ്ങളിലുള്ള അറബി ഭാഷ, അറബി സാഹിത്യം, അറബി കവിത, അതിലിപ്പോൾ നിലവിലുള്ള കവിതയുടെ അവസ്ഥയും കവികളെക്കുറിച്ചൊക്കെയാണ് ചർച്ച വന്നത്. അതിൽ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നോടൊരു കവിത അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനുവേണ്ടി ഞാനൊരു കവിത തയ്യാറാക്കി അത് ഞാൻ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനറബി രാജ്യത്തു നിന്നുള്ള ആളുകൾ, അന്നാത്തുക്കുൻ ബിഗൈരിഹ എന്ന് പറഞ്ഞല്ലേ, അറബി ഭാഷ അല്ലാത്ത പിന്നെ മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവർ, അവർ അറബി ഭാഷ പഠിക്കുകയും അറബി ഭാഷയിൽ വ്യുൽപ്പത്തി നേടുകയും അതിൽ സാഹിത്യ സേവനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് ഒരു മെറിറ്റാണ്. ആ നിലക്ക് ഞാനൊരു കവിത അവതരിപ്പിച്ചു. ആ കവിത വളരെ നല്ല നിലക്ക് അത് കയ്യടിയോടുകൂടെയാണ് അവർ സ്വീകരിച്ചത്. നല്ല കയ്യടി അതിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പം നേരത്തെ ഐവറി കോസ്റ്റ് പിന്നെ ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് സാർ ആ സമയത്ത് ശ്രദ്ധിച്ചോ? എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു നിലവാരവും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം ഉണ്ട്? അത് പിന്നെ പലരും നമ്മളെക്കാളും ഉയർന്ന നിലവാരമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അത് പങ്കെടുത്ത ആളുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഞാനല്ലല്ലോ ഏറ്റവും വലിയ ആള്, പക്ഷേ ഇന്ത്യയിലെത്തുമ്പോൾ തന്നെയാണല്ലോ ഇപ്പോൾ അവരവിടെ കണക്ക് കൂട്ടിയത്. എന്ന പോലെ അവിടെ വന്ന ആളുകൾ ഒരു പക്ഷേ എൻ്റെ നിലവാരത്തിലും എന്നെക്കാൾ കൂടിയവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇതിവൃത്തം എന്തായിരുന്നു സാറിപ്പോൾ അവിടെ ഇത് കൊണ്ടുപോയി അതുപോലെ തന്നെ ആ സമയത്ത് പറയപ്പെട്ട ഒരു കവിത അവതരിപ്പിച്ചു, അതേപോലെ തന്നെ എല്ലാവരും ആവശ്യപ്പെട്ട് അവിടുന്ന് അവതരിപ്പിക്കലായിരുന്നു? അതെ, അവിടുന്ന് അവതരിപ്പിച്ചതാണ്. അത് മുൻകൂട്ടി തയ്യാറാക്കിയതായിരിക്കണം കവിത, അല്ല പിന്നെ എന്താ നിമിഷ കവികളൊന്നും അല്ല പലരും. അപ്പോൾ
അവിടെ അവതരിപ്പിച്ച കവിതകൾ പിന്നെ എൻ്റെ കവിതയേക്കാൾ നിലവാരമുള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും മോശപ്പെട്ട ആളല്ല എന്ന് എനിക്കവിടെ ബോധ്യമായി. എനിക്ക് ഒരു അഭിമാനം തോന്നിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ പിന്നെ അങ്ങനെ ഒരു ആദ്യ അനുഭവമായിരിക്കുമല്ലോ അങ്ങനെ ഒരു സംഗതി കിട്ടിയത്. അപ്പോൾ അവിടെ ഇതിൻ്റെ ആങ്കറിങ് ബാക്കിയുള്ള ആളുകൾ അവരുടെ ഒരു രീതി സമീപനം അതൊക്കെ എങ്ങനെയായിരുന്നു? അത് വളരെ ഗംഭീരമായ പിന്നെ അവതരണമാണ്. അത് പിന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള 15 മിനിറ്റ് നേരത്തെ ഒരു സംസാരം, പിന്നെ ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അറബി ഭാഷ, അറബി സാഹിത്യം, അതേപോലെ തന്നെ അറബി കവിത. ആ കവിതകൾ പറയുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്ന് കേരളത്തിലേക്ക് ഞാൻ എത്തി. കേരളത്തിലുള്ള കുറച്ചാളുകളെ ഞാൻ പരിചയപ്പെടുത്തി. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എന്നെ അവിടെ ക്ഷണിക്കപ്പെട്ടത്. അപ്പോൾ പ്രത്യേകിച്ച് അവർ ചോദിച്ചു, അപ്പോൾ നിങ്ങളുടെ കവിതകളുടെ കൃതികൾ ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. കൃതികൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു, അത് അവതരിപ്പിച്ചു. അതിൽ ഒരു കവിത വായിക്കണം എന്ന് പറഞ്ഞു, കവിത അവതരിപ്പിക്കുകയും ചെയ്തു. ശരി. അതിൽ ഈ സമയത്ത് കേരളത്തിലെ അറബി ഭാഷാ പഠനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രതിപാദിക്കാൻ പറ്റിയോ? അങ്ങനെ അല്ല, അതെ, നമ്മളിപ്പോൾ അവിടെ എത്തിയുള്ളൊരവസ്ഥ നമുക്ക് വളരെ കുറഞ്ഞ സമയമായതുകൊണ്ട് വളരെ വിപുലമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഹ്രസ്വമായി അറബി ഭാഷയ്ക്ക് ഇവിടെ നിന്ന് മലയാളത്തിൽ കേരളത്തിൽ ഉള്ള സേവനങ്ങൾ, ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ പിന്നെ ഭാഷാ സേവനങ്ങൾ, ഭാഷ പഠിപ്പിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഹ്രസ്വമായിട്ട് പരിചയപ്പെടുത്തി തോണ്ടി ഇങ്ങനെ പോകാനേ നമുക്ക് സമയം പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു ഒരു ദിവസം എത്ര ദിവസമായിരുന്നു? അത് 3 ദിവസമാണ് നമ്മളവിടെ നിന്ന്. ശരി. പിന്നെ അതുപോലെ തന്നെ മറ്റ് വേറെ ചില പിന്നെ അറബ് രാജ്യങ്ങളിൽ ഈ കവിതയുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറയാൻ പറ്റിയത് പിന്നെ 2024 ഈ പിന്നെ ഈജിപ്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഈജിപ്തിൽ ഉണ്ടായത് സംഭവം, അത് പിന്നെ മുൽത്തഖ അൽ ഖാദ വൽ മുബ്ദിഈൻ അൽ അറബ്, അതാണ് അതിൻ്റെ ഹെഡിങ്. അറബ് ലോകത്തുള്ള ഏറ്റവും വലിയൊരു സാംസ്കാരിക സംഭവമാണത്. അതിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ ആളുകളെ ആദരിക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അറബി ലോകത്തുള്ള സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, അതുപോലെ തന്നെ ഈജിപ്ത്, ലബനാൻ, അൾജീരിയ, ഇങ്ങനെ എല്ലാ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ പ്രഗത്ഭരായ ആളുകൾക്ക് മാത്രം അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ അറബ് രാജ്യമല്ലാത്ത ഞാൻ മാത്രമാണ് അതിലുള്ളത്. ശരി. അതിവിടെ കേരളത്തിൽ നിന്നുള്ള. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ട എൻ്റെ കുറേ കവിതകൾ ഈ ഫലസ്തീൻ ഗ്രൂപ്പുകളിൽ വന്നിരുന്നു. അതിൽ നിന്നാണ് അവർ എന്നെ പിടിച്ചത്. അത് പിടിച്ചിട്ടാണ് അവർ പിന്നെ എൻ്റെ കുറേ കവിതകൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ എന്നെ ഒന്ന് പിന്നെ ആദരിക്കണമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം അവരുടെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചത്. ഏതായിരുന്നാലും അതൊരു വലിയ മഹാസംഭവമായിരുന്നു. അതിൽ പങ്കെടുക്കുകയും അവിടെയും അതേപോലെ തന്നെ ഫലസ്തീനെക്കുറിച്ചൊരു കവിതയാണ് ഞാൻ അവതരിപ്പിച്ചത്. അത് വളരെ ഗംഭീരമായി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ കയ്യടിയോടുകൂടിയാണ് അവരൊക്കെ അത് സ്വീകരിച്ചത്. എല്ലാവരും അതിൽ ആവേശം കൊള്ളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ പിന്നെ ലോകത്തിൻ്റെ വിവിധ അറബ് രാജ്യങ്ങളിലെ വ്യത്യസ്ത ആളുകൾ പറഞ്ഞല്ലോ, അതിൽ ആ പരിചയപ്പെട്ട പുതിയ കവികളെക്കുറിച്ചോ അല്ലെങ്കിൽ പുതുതായി അങ്ങനെ അവരെക്കുറിച്ച് ആരെങ്കിലും പറയാൻ പറ്റുമോ? ആ സമയത്ത് പരിചയപ്പെട്ടവരും ആ ബന്ധപ്പെടും നിലനിൽക്കുന്നതോ കണക്ഷനോ കോണ്ടാക്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ, ചില ആളത് പിന്നെ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ വളരെ പഴയ ഒരു രാജ്യമാണ്. ഈജിപ്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ മുമ്പുണ്ടായ ഒരു രാജ്യമാണത്. ചരിത്രമാണോ ഈജിപ്താണോ ആദ്യം ഉണ്ടായത്? അത്ര പുരാതനമായ, അതോടൊപ്പം തന്നെ വൈജ്ഞാനിക സാംസ്കാരിക കലാരംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. അവിടെയുള്ള സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ അറബി ഭാഷ എല്ലാവരും തിരിഞ്ഞു നോക്കൽ ഈജിപ്തിലേക്കാണ്. താഹ ഹുസൈൻ, അതുപോലെ തന്നെ നജീബ് മഹ്ഫൂദ്, ഈ പിന്നെ നോബൽ സമ്മാനങ്ങളൊക്കെ നേടിയ ആളുകളൊക്കെ ഉള്ളത് ഈജിപ്തിലാണ്. അവിടെയാണെങ്കിൽ ധാരാളം സാംസ്കാരിക പ്രവർത്തനങ്ങളുമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ അസ്ഹർ യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയാമല്ലോ. ആ അസ്ഹർ സർവകലാശാലയും അതിലെ വളരെ പ്രഗത്ഭരായ പല ആളുകളുമായും നമുക്കവിടുന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുമായി കുറച്ച് സമയമാണെങ്കിലും അവരുമായി നമ്മൾ സംവദിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ വളരെ അകലമായതുകൊണ്ട് നിരന്തരം ബന്ധപ്പെടാൻ പ്രയാസമുണ്ട്. അവിടെ പിന്നെ ഇനിയും അവിടെ പോകണമെന്നും അവരുമായൊക്കെ ബന്ധപ്പെടണമെന്നും ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഇപ്പോഴും ബന്ധം തുടരലുണ്ട് ചില ആളുകൾ. സാർ, അതുപോലെ പിന്നെ ഇപ്പോൾ സൗദി സന്ദർശനം പറഞ്ഞു, അതുപോലെ തന്നെ ഈജിപ്തിൽ, അത് രണ്ടും ആ ഓർമ്മകൾ അവിടെ ബാക്കി നിൽക്കുന്നു. അതിൻ്റെ കൂടെ വിദേശ രാജ്യങ്ങൾ പലർക്കും ഈ അർത്ഥത്തിലല്ലാതെ തന്നെ പല യാത്രകളും എത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ വേറെ ഈ അടുത്ത് ഖത്തറിൽ പോയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമ്മളിപ്പോൾ ഇതിനായിട്ട് പോകാമെന്നല്ല, നമ്മൾ പോകുമ്പോഴൊക്കെ ഈ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെ ഞാൻ UAE ഷാർജയിലെ ബുക്ക് ഫെയർ വളരെ ലോകപ്രസിദ്ധമാണ്.
ബുക്ക് ഫെയറിൽ ഈ വർഷം ഞാൻ പോയിരുന്നു. ആ അവിടെ പോകുമ്പോൾ അവിടെയുള്ള ഒരുപാട് സാംസ്കാരിക നായകന്മാരുമായും സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലൊക്കെ എല്ലാ ദിവസവും പിന്നെ ഉംസിയ ഷെയ്രിയ ആ. കവിത സന്ധ്യ ആ, ഉണ്ടാവും. അത് ശരി. അതിലൊക്കെ നമ്മൾ സംബന്ധിക്കും. ഓ അപ്പോൾ അതിലെ കവികളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിക്കും. ഓ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയിട്ട് 3-4 ദിവസം ആ, ഞാൻ ഉംസിയ ഷെയ്രിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് അതിൽ കൗതുകമുള്ള നമുക്ക് കാര്യമാണ്. ആണെങ്കിൽ അവതരിപ്പിക്കാനും ചിലപ്പോൾ ചാൻസ് കിട്ടും. കിട്ടും. ഇല്ലെങ്കിൽ മറ്റുള്ള അവിടെ അവതരിപ്പിക്കുന്ന ആളുകളുടെ ആ രീതിയും ഭാവവും ഒക്കെ മനസ്സിലാക്കാനും അവരുമായി നമുക്ക് നിരന്തരം ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുതിയ കാലത്ത് ഇപ്പം ആ, മലയാളത്തിലൊക്കെ പുതിയൊരു കവിത സ്റ്റൈൽ രൂപപ്പെടുന്നുണ്ട്. അതായത് ഗദ്യ കവിതയുടെ പുതിയ രൂപം. അങ്ങനെ അറബ് ലോകത്തുള്ള കവിതകൾക്ക് ആ പഴയ ടച്ചിൽ നിന്ന് മാറി പുതിയ രൂപം അങ്ങനെ അങ്ങനെ പുതിയ വന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാമോ? അതെ, കവിത എന്നത് പിന്നെ മുമ്പ് കവിത എന്നതിൻ്റെ നിർവചനം തന്നെ എന്താ പറയുക, ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ മുമ്പൊക്കെ പറയാറ് കലാമും മൗസൂനും മുഖഫ എന്നാണ്. കലാമും മൗസൂനും മുഖഫ എന്നത് ഒരു സാങ്കേതികമായ നിർവചനമേ ആവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ കവിത എന്ന് പറഞ്ഞാൽ അതല്ല. വസനും കാഫിയയും ഉള്ള വാചകമൊക്കെ കവിതയല്ല. അതിന് വേണമെങ്കിൽ നെളുമ് എന്ന് പറയാം, മൻളുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അൽഫിയത്ത് ബിനു മാലിക് 1000 പദ്യമുണ്ട്. അത് കവിതയല്ല, ഷെയറല്ലത്, അത് നെളുമ് മാത്രമാണ്. കവിത എന്ന് പറഞ്ഞാൽ അത് ഗദ്യവുമാകാം പദ്യവുമാകാം. അപ്പോൾ ഗദ്യവും ആയിട്ടുള്ള കവിതകൾ ഇപ്പം ഇന്ന് ധാരാളമായി ഇറങ്ങുന്നുണ്ട്. അത് എല്ലാ ഭാഷയിലും വരുന്നു. അതേപോലെ തന്നെ അറബി ഭാഷയിലും അതിൽ കവിത്വം ഉണ്ടാകണമെങ്കിൽ അതിന് ഖയാല് അല്ലെങ്കിൽ ആത്തുഫത്ത് ഇതിലുള്ള പ്രധാനമാണ്. അതിന് പദ്യമായിക്കൊള്ളണമെന്നില്ല, കാഫ്യ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വസിന് വേണമെന്ന് തന്നെയല്ല. എന്നാലും അതിൻ്റെ രീതിയിൽ ഈ പിന്നെ ആത്തിഫത്തും ഖയാലും ഉണ്ടെങ്കിൽ അതാണ് കവിത. അങ്ങനെ ധാരാളം കവിതകളാണ് ഇപ്പോൾ അറബ് രാജ്യത്ത് അറബ് ഭാഷയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ഒന്ന് ചോദിക്കട്ടെ, സാറിൻ്റെ രചനയ്ക്കിടയിൽ എവിടെയോ ഇങ്ങനെ ചില പുതിയ സ്റ്റൈലിനനുസരിച്ച് എവിടെയെങ്കിലും മാറ്റം വന്നത് അങ്ങനെ സാറിന് ഫീൽ ചെയ്ത് മാറ്റം വരുത്തിയതോ അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടോ? ഉണ്ട്. എൻ്റെ കവിതയിൽ അതുപോലത്തെ ഗദ്യ കവിതകൾ ധാരാളമുണ്ട്, കുറേ ഉണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാനായി. ഇനി വളർന്നു വരുന്ന കുട്ടികൾ, അവർ സാറിൻ്റെ കവിത വായിക്കുന്നവർ, അതുപോലെ അറബി കവിതകളോട് ഇഷ്ടമുള്ള അങ്ങനെ ഒരു കവിത്വം തുളുമ്പുന്ന ആളുകൾക്കൊക്കെ എഴുതണമെന്ന് തോന്നുന്ന ആളുകൾ, എനിക്കും അറബിയിൽ ഒന്ന് എഴുതണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ തലമുറയിൽപ്പെട്ട ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ലാത്തത് ഇനിയുള്ള തലമുറക്ക് ലഭിക്കണം. അതിന് അവരെല്ലാം ഒരുമിച്ച് കൂട്ടാൻ എന്തെങ്കിലും ഒരു അക്കാദമി, അതാര് മുൻകൈ എടുക്കണം എന്നതാണ് വിഷയം. ആര് മുൻകൈ എടുത്താലും വേണ്ടില്ല, അതിന് താല്പര്യമുള്ള ആളുകളെ ഒരുമിച്ച് 10 പേരാണെങ്കിൽ 10 പേര്, 20 പേരാണെങ്കിൽ 20 പേര് ഒരുമിച്ച് കൂട്ടി അതൊരു ഇടവേളകളിൽ കൂടിയിരുന്ന് കവിതകൾ ചർച്ച ചെയ്യുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും അവരെ തെറ്റ് തിരുത്തി കൊടുക്കുകയും നല്ല നിരൂപകന്മാരെ വെച്ച് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ ധാരാളം പേർക്ക് ഇനിയും ഈ രംഗത്ത് വളർന്നു വരാനുള്ള കഴിവും സാമർഥ്യവും ഉള്ളവരുണ്ട്. പക്ഷേ ഈ സാഹചര്യം കൊണ്ട് പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന ഒരു ദുരവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അറബി ഭാഷയെ സ്നേഹിക്കുന്നവരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. സവിശേഷത്തിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനായ അബ്ദുള്ള സുല്ലമി ഇതുവരെ നമ്മുടെ കൂടെ വളരെ ഹൃദയസ്പൃക്കായ വളരെ വശ്യമായ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയുണ്ടായി. മാഷാ അല്ലാഹ് തുടർന്നും അവസരങ്ങൾ ഈ രംഗത്ത് കൂടുതൽ സേവനം ചെയ്യാനും എഴുത്തിൻ്റെ മേഖല ഉത്തരോത്തരം പുരോഗതിപ്പെടാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.